നമസ്കാരം. റിസീവറിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ ബിസ് ഓട്ടോ റോൾ ഫംഗ്ഷൻ കൊണ്ടും നമുക്ക് വളരെ സുപരിചിതമാണ് GT മീഡിയ റിസീവറുകൾ. നിർഭാഗ്യവശാൽ ഇനി മുതൽ ബിസ് ഓട്ടോ റോൾ ലഭിക്കാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. മാർസ് വേർഷനിലാണ് ഈ സൗകര്യം ഇപ്പോൾ ലഭിക്കുന്നത്. റിസീവറിൽ എങ്ങനെ മാർസ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിസീവറിൻ്റെ മോഡലിനനുസരിച്ചുള്ള മാർസ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി V9 പ്രൈമിൽ മാർസ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുക. മുൻപ് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു സോഫ്റ്റ്വെയറാണിത്. സാറ്റലൈറ്റ് സ്കാൻ ചെയ്യാൻ ധാരാളം സമയമെടുക്കുക, അതുപോലെ സിസ്റ്റം ഹാങ് ആവുന്ന തുടങ്ങിയ ഇഷ്യൂസൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അപ്ഡേഷനിലൂടെ അവർ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ മികച്ചൊരു സോഫ്റ്റ്വെയറാക്കി മാറ്റിയിട്ടുണ്ട്. റിസീവറിൽ വൈഫൈ കണക്ട് ചെയ്ത് റീസെൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ അപ്ഡേറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വഴി മെറ്റാമാങ്കോ വെബ്സൈറ്റിൽ നമ്മുടെ റിസീവർ നമുക്ക് ബൈൻഡ് ചെയ്യാം. ഇങ്ങനെ ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷവും ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കൊരു സാറ്റലൈറ്റ് സ്കാൻ ചെയ്ത് നോക്കാം. സിബാൻ സാറ്റലൈറ്റായ പാക്സാറ്റാണ് ഞാൻ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്നത്. മാർസ് എന്ന ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിൽ ബ്ലൈൻഡ് സ്കാനൊക്കെ വളരെ ഫാസ്റ്റാണ്. കെയ്ബാൻ സാറ്റലൈറ്റുകളൊക്കെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സ്കാനിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. പഴയ വേർഷനിൽ അത് 15-20 മിനിറ്റൊക്കെ എടുത്തിരുന്നു. വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കുന്നതിന് വേണ്ടി സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ സ്കാനിങ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 38 ഡിഗ്രീസിൽ പാക്സാറ്റിൻ്റെ പുതിയ സാറ്റലൈറ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കവറേജ്, അത് കൂടുതൽ സിഗ്നൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു 6 ഫീറ്റ് ഡിഷിൽ തന്നെ നമുക്ക് ഇതിൽ സിഗ്നൽസ് ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാവുന്നതാണ്. പാക്സാറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് PTV സ്പോർട്സ് എന്ന സ്പോർട്സ് ചാനലാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് തുടങ്ങിയ ഇനങ്ങളിലായി ധാരാളം ലൈവ് മാച്ചുകൾ അവർ സംപ്രേഷണം ചെയ്യാറുണ്ട്. അതിന് പുറമെ 2-3 സ്പോർട്സ് ചാനൽ കൂടി നമുക്കിത് ലഭിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആകർഷണീയമായ മറ്റധികം ചാനലുകളൊന്നും ഇല്ലെങ്കിലും 1-2 മ്യൂസിക് ചാനലുകൾ, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ, അതേപോലെ ധാരാളം ന്യൂസ് ചാനലുകൾ എന്നിവയൊക്കെയാണ് ഈ സാറ്റലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് റിസീവറിൻ്റെ മറ്റ് സവിശേഷതകൾ നോക്കാം. നമുക്കിതിൽ എക്സ്ട്രീം IPTV ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ യൂട്യൂബ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൽ നമുക്ക് എങ്ങനെ ബിസ് ഓട്ടോ റോൾ സബ്സ്ക്രൈബ് ചെയ്യാം എന്നതാണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എബൌട്ട് പേജ് നമ്മുടെ ബോക്സിൻ്റെ സീരിയൽ നമ്പർ ലഭിക്കും. ഈ സീരിയൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഈ ബിസ് ഓട്ടോ റോളിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിരക്ക് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 250 രൂപയാണ്. 130 രൂപ മുടക്കി 6 മാസത്തേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മെറ്റാമാങ്കോ വെബ്സൈറ്റിൽ നമ്മുടെ റിസീവർ നമുക്ക് ബൈൻഡ് ചെയ്യാവുന്നതാണ്. ബൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചാനൽ ലിസ്റ്റ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലൗഡിൽ നിന്ന് ലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ബിസ് ഓട്ടോ റോൾ മാത്രമല്ല നമുക്കിതിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത്. മാർസ് എന്ന സെർവർ നമുക്കിങ്ങനെ ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ഫോർവേഡിൽ നമുക്ക് ലഭിക്കുന്ന സാറ്റലൈറ്റുകളൊക്കെ അല്ലെങ്കിൽ പാക്കേജുകളൊക്കെ ഈ മാർസ് സെർവറിൽ നമുക്ക് ലഭിക്കും. എന്നാൽ ഫോർവറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് കൂടുതലാണ്. ഫോർവർ സെർവർ ബോക്സിൽ അപ്പോൾ IPTV എന്നതുപോലെ GT മീഡിയയുടെ IPTV നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ആഫ്രിക്കൻ, യൂറോപ്യൻ സാറ്റലൈറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന VIP പാക്കേജും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്യാൻ പ്രോഗ്രാമർ ആവശ്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുതിയ മാർസ് വേർഷനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു. സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.